ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഉള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. ആദ്യത്തേത് ഈ ഒരു റെഡിഷ് കളറുള്ള സ്നേക്ക് പ്ലാന്റ് ആണ്. എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല, അറിയാവുന്ന പേരൊക്കെ ഞാനിവിടെ പറയാം. രണ്ടാമത്തെ സ്നേക്ക് പ്ലാന്റ് വെയിൽഫിൻ സാൻസവേരിയ ആണ്. അതിൻ്റെ ഷേപ്പ് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പാണ് വരുന്നത്. ഇതിൻ്റെ ലീഫിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചട്ടിയിൽ ഇപ്പോൾ പുതിയൊരു തൈ വന്നിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ സ്നേക്ക് പ്ലാന്റ് ആണ്. കാണാൻ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും വിരലുകൾ പോലെ ഇങ്ങനെ നിൽക്കും. നമുക്കിതിനെ ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും. ഇതിനെ മുടിയൊക്കെ പിന്നി കെട്ടുന്നത് പോലെ നമുക്ക് ട്വിസ്റ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ കട്ടിങ്ങിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് നാൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്തൊരു പുതിയ തൈ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിലിണ്ടറിക്കൽ സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഡ്വാർഫ് വെറൈറ്റീസ് എല്ലാം തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ഡ്വാർഫ് വെറൈറ്റിയാണ്. ഗ്രീൻ കളറിൽ വരുന്ന മിനിയേച്ചർ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് അലോവേരയുടെയൊക്കെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. അലോവേര വളർന്നു വരുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ലീഫുകളുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതേ ഒരു സ്ട്രക്ചർ പോലെയാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇതൊരു നല്ലൊരു ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് സാധാരണ നോർമൽ വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് അല്ല, കണ്ടാൽ അതുപോലെ തോന്നുമെങ്കിലും അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ലീഫ് പരന്നാണ് ഇരിക്കുന്നത്. ഇതിന് അധികം പൊക്കം വയ്ക്കില്ല. നോർമൽ വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് പോലെ അധികം ഹൈറ്റ് വയ്ക്കില്ല. ഇതിപ്പോൾ മണ്ണിലാണ് നട്ടുവെച്ചിരിക്കുന്നത്. പ്രൊപ്പഗേഷന് വേണ്ടി നട്ടുവെച്ചതാണ്. ഇത് പുതിയ തൈയൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന യെല്ലോ ബോർഡർ വരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതും ഇപ്പം മണ്ണിലാണ് നട്ടുവെച്ചിരിക്കുന്നത്. അടുത്തത് ട്വിസ്റ്റഡ് സാൻസവേരിയ ആണ്. ഇതെൻ്റെ കയ്യിൽ ഈ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അടുത്തത് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് സാൻസവേരിയ ആണ്. ഇത് ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല, ഇതുപോലെ ഒരുപാട് വളരില്ല, ഇതുപോലെ തന്നെ ഇരിക്കുള്ളൂ സൈസ്. അതിൽ കുറച്ച് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി ആണ്. ഇതിപ്പോൾ ഞാൻ മണ്ണിലാണ് നട്ടുവെച്ചിരിക്കുന്നത്. പോട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.